എ.കെ.ജി സെന്ററിന് വീണ്ടും നിയമക്കുരുക്ക്. CPM-നോട് വിശദീകരണം തേടി സുപ്രീം കോടതി. അടുത്തിടെ ഉദ്ഘാടനം കഴിഞ്ഞ പുതിയ എ.കെ.ജി സെന്ററും നിയമക്കുരുക്കിൽ. പഴയ എ.കെ.ജി സെന്ററിന്റെ പേരിൽ വിവാദം നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഇതിന് പിന്നാലെ ഇപ്പോൾ പുതിയതായി നിർമ്മിച്ച മന്ദിരവും നിയമക്കുരുക്ക് നേരിടുന്നത്. എ.കെ.ജി സെന്ററിന്റെ ഭൂമി വിൽപ്പന സംബന്ധിച്ച കേസിൽ സുപ്രീംകോടതി CPM-നോട് വിശദീകരണം തേടിയിരിക്കുകയാണ്. സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ ആസ്ഥാന മന്ദിരങ്ങൾ രണ്ടും കേസിൽപ്പെട്ടു എന്ന പ്രത്യേകതയും ഇതോടെ വന്നിരിക്കുകയാണ്. ജസ്റ്റിസ് അരവിന്ദ് കുമാർ, ജസ്റ്റിസ് മൻമോഹൻ എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് സുപ്രീംകോടതിയിൽ കേസ് പരിഗണിക്കുന്നത്. മറ്റൊരു സാമ്പത്തിക ഇടപാട് കേസിൽ കോടതി ലേലം ചെയ്ത് വിറ്റ 32 സെന്റ് ഭൂമിയാണ് CPM പിന്നീട് വാങ്ങിയത്. ഇതിലെ 16 സെന്റ് ഭൂമി ഇപ്പോൾ വീണ്ടും തർക്കവിഷയമായി മാറിയിരിക്കുകയാണ്. 1999 നടന്ന ലേലം അസാധുവാണെന്ന് ചൂണ്ടിക്കാണിച്ചുള്ള ISRO ശാസ്ത്രജ്ഞ ഇന്ദുവിന്റെ ഹർജിയിലാണ് സുപ്രീംകോടതി പാർട്ടിയോട് വിശദീകരണം തേടിയത്. ഭൂമി തങ്ങളുടേതാണ് എന്ന വാദമാണ് ഇന്ദു കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. കീഴ്ക്കോടതിയും ഹൈക്കോടതിയും ഇന്ദുവിന്റെ ഹർജി തള്ളിയതോടെയാണ് അവർ സുപ്രീംകോടതിയെ സമീപിച്ചത്. കേസ് നടക്കുന്നുണ്ടെന്നും സുപ്രീംകോടതിയിൽ നിന്ന് നോട്ടീസ് ഒന്നും ലഭിച്ചില്ലെന്നും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. പഴയ എ.കെ.ജി സെന്ററിനായി കേരള സർവകലാശാലയിലെ ഭൂമി വിട്ടു നൽകിയതുമായി ബന്ധപ്പെട്ട വിവാദം നിലനിൽക്കുന്നതിനിടെയാണ് പുതിയ എ.കെ.ജി സെന്റർ ഭൂമി സംബന്ധിച്ച തർക്കം സുപ്രീംകോടതിയിൽ എത്തിയിരിക്കുന്നത്. സുപ്രീംകോടതി വിശദീകരണം ചോദിച്ച സാഹചര്യത്തിൽ പ്രതിപക്ഷവും BJP-യും വിഷയം ഏറ്റെടുക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. തെരഞ്ഞെടുപ്പ് അടുത്തുവരുന്ന സാഹചര്യത്തിൽ CPM-നെതിരെ കിട്ടിയ വടിയായി പാർട്ടി ഓഫീസ് വിഷയം മാറ്റാൻ സാധ്യതയുണ്ടെന്ന് കരുതാമെങ്കിലും കീഴ്ക്കോടതികൾ തള്ളിയ കേസായതുകൊണ്ട് ആരോപണങ്ങൾക്ക് മൂർച്ച കുറവായിരിക്കും എന്ന വിലയിരുത്തലുമുണ്ട്.